നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇരവിപുരം വാളത്തുങ്കൽ ഇല്ലനഗർ 161 മകരത്തു കിഴക്കതിൽ ജയന് കോടതി 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചു. 2021 സംഭവം. ജയന്റെ ഭാര്യയോടുള്ള സംശയമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഭാര്യ ജോലി നോക്കുന്ന കൂട്ടിക്കട അമ്മാച്ചൻ മുക്കിലെ ലോട്ടറി കടയിലെത്തി ആദ്യം മർദ്ദിച്ചു. പിന്നാലെ രാത്രിയോടുകൂടി റബ്ബർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആസിഡ് കയ്യിൽ കരുതിയ ജയൻ വീട്ടിലെത്തി ഭാര്യയെയും സമീപത്തെ വീട്ടിലെ കുട്ടിയുടെയും ശരീരത്തിൽ ഒഴിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഒളിവിൽ പോയ ജയനെ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന വിനോദ്, സബ് ഇൻസ്പെക്ടർ അനീഷ്, ദീപു ശിവൻ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രതിയെ പിടികൂടിയത്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി മുങ്ങുകയായിരുന്നു. തുടർന്ന് വാറണ്ടായതോടുകൂടി കോട്ടയത്ത് നിന്നും പ്രതിയെ പോലീസ് പിടികൂടി. പിന്നീട് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചു. ജയിലിൽ തുടരുകയായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് കേസ് വിചാരണ നേരിട്ട് വിധിയായത്. വാളത്തുങ്കൽ സൗഹൃദ ക്ലബിന് സമീപം മങ്കാരത്ത് കിഴക്കതിൽ രജിക്കും 14-കാരിയായ മകൾ ആദിത്യയ്ക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രജിയെയും മകൾ ആദിത്യയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഞ്ചാവ് ഉൾപ്പെടെ ലഹരിക്ക് അടിമയായിട്ടുള്ള ജയൻ ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ചിരുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം രജി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി വഴക്കുണ്ടാക്കുകയും തുടർന്ന് വൈകിട്ട് വീട്ടിലെത്തിയ ജയൻ രജിയെ ഉപദ്രവിക്കുകയും വീട് അടിച്ചു തകർക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ആസിഡ് കയ്യിൽ കരുതിയിരുന്ന ജയൻ അത് ഒഴിക്കാൻ ശ്രമിച്ചെങ്കിലും രജി ഒഴിഞ്ഞുമാറി. തുടർന്ന് രജി ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇയാളെ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് അവിടെ നിന്നും പോയതിനു ശേഷം മടങ്ങിയെത്തിയ ജയൻ ഭാര്യ രജിക്കും കുട്ടികൾക്കും നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. മയനാട് സ്വദേശിയായ സുഹൃത്തിൽ നിന്നും വാങ്ങിയ ആസിഡാണ് പ്രതി ആക്രമണത്തിന് ഉപയോഗിച്ചത്.